ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ജില്ല നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ മികവ് അല്ലെങ്കിൽ അതിലെ വിജയം കണ്ടുകൊണ്ട് വനിതാ ജംഗ്ഷൻ്റെ വിജയം കണ്ടുകൊണ്ട് ജില്ലാതലത്തിൽ വനിതാ ജംഗ്ഷൻ നടത്താനായിട്ട് പോവുകയാണ്. വാസ്തവത്തിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജനസംഖ്യയിൽ കൂടുതലുള്ള സ്ത്രീകൾ ഇപ്പോഴും 2025 നമ്മൾ പറയുകയാണ് പൊതു ഇടം നമ്മളുടേത് കൂടിയാണ് എന്നുള്ളത്. എന്തൊരു വൈരുദ്ധ്യമാണ്! ചരിത്രപരവും സാമൂഹികവുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇതിനെ മറികടക്കുന്നതിനും ഇതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മളെല്ലാവരും, സർക്കാർ എന്നുള്ള നിലയിലും അല്ലാതെ തന്നെ സമൂഹം എന്നുള്ള നിലയിലും വ്യക്തികൾ എന്നുള്ള നിലയിലും നമ്മളെല്ലാവരും തന്നെ നടത്തുന്നത്. അതിൽ വാസ്തവത്തിൽ ഒരു കാര്യം കൂടി അതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ടതുണ്ട്. ഈ സമൂഹം പൊതു സാഹചര്യങ്ങളും സ്ത്രീ സൗഹൃദമായി സൃഷ്ടിക്കപ്പെട്ടവയോ രൂപാന്തരപ്പെട്ടവയോ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടവയല്ല, നിർമ്മിക്കപ്പെട്ടവയല്ല എന്നുള്ളത് കാണേണ്ടതുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ലോ ഫ്ലോർ ബസ്സൊക്കെ ഉണ്ട്. ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു സാധാരണ ഒരു ബസ്സിൽ കയറണമെങ്കിൽ ഒരു 8 മാസം അല്ലെങ്കിൽ പോട്ടെ അതിനു മുമ്പുള്ളവർക്കും പ്രയാസം ക്ലേശങ്ങളൊക്കെ ഉണ്ടാവും. എത്ര ആയാസകരമാണ് നമ്മളൊരു കാലെടുത്ത് വെച്ച് കയറണമെങ്കിൽ. പലപ്പോഴും അതൊരു സ്ത്രീ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ ഒരു സ്ത്രീയുടെ ശാരീരിക മാനസിക സാഹചര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അത് ചെയ്യുക. അപ്പോൾ എപ്പോഴും അദൃശ്യമായിട്ടുള്ള സ്ത്രീയെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതിലെല്ലാം തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഇടപെടലുകൾക്കൊപ്പം തന്നെ സ്ത്രീ സൗഹൃദം എന്നുള്ളത് അതിന് വലിയ അർത്ഥവ്യാപ്തി ഉള്ളതാണ്. അപ്പോൾ ബഹുമാന്യയായിട്ടുള്ള കോർപ്പറേഷൻ മേയറും വനിതാ ശിശുവികസന വകുപ്പും കൂടി ചേർന്നിട്ട് നമ്മുടെ തിരുവനന്തപുരവും കോഴിക്കോടും 2 നഗരങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ജെൻഡർ പാർക്കിൻ്റെ നേതൃത്വത്തിൽ UN വിമൻ്റെ കൂടി സഹകരണത്തോടുകൂടി ഒരു വിമൻ ഫ്രണ്ട്ലി കോറിഡോർ, അതായത് തമ്പാനൂരിൽ നിന്ന് തുടങ്ങി നമ്മുടെ വിമൻസ് കോളേജൊക്കെ കഴിഞ്ഞങ്ങ് കവടിയാർ ഭാഗത്തേക്ക്, അതായത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ രാവിലെ നടക്കുന്നവർക്കെതിരെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലം എന്നുള്ള നിലയിൽ കൂടി നമ്മൾ അങ്ങനെ ഒരു ഇടം, സ്ത്രീ സൗഹൃദ ഇടം, അതിൽ ആഗോളതലത്തിൽ തന്നെ അതിന് ചില സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് ആ രീതിയിൽ സജ്ജീകരിക്കണമെന്നുള്ളത് ആലോചിച്ചിരുന്നു. ഈ ഒരു വർഷം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ല നിലയിൽ കോഴിക്കോടും ഇതിനോടൊപ്പം തന്നെ ജെൻഡർ പാർക്ക് വിമൻ ഫ്രണ്ട്ലി, അതായത് വിമൻ സെൻസിറ്റീവ് സിറ്റി എന്നുള്ളതാണ്. ഈ സെൻസിറ്റീവ്നെസ്സിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അത് ഈ വർഷം നമുക്കതിന് തുടക്കമിടാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണുന്നത് ഈ ഉള്ളിലുള്ള വിലക്കുകളെ പൊട്ടിച്ചെറിയുക എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എങ്ങനെ കരുതും, ഞാനിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള വിലക്കുകളെ പൊട്ടിച്ചെറിയുക എന്നുള്ളതും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പൊതു ഇടത്തിൽ ഇങ്ങനെയുള്ള ആവിഷ്കാരങ്ങൾക്ക് സെൽഫ് എക്സ്പ്രഷന് അവസരമൊരുക്കുമ്പോൾ ആ വിലക്കുകൾ കൂടി പൊട്ടിച്ചെറിയാനുള്ള ഒരു ഇടം കൂടിയായിട്ട് അല്ലെങ്കിൽ ഇടമായിട്ട് ഇതിനെ കാണുന്നു. അപ്പോൾ അതിന് ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ ജില്ലകളും, കേരളം മുഴുവൻ വനിതാ ജംഗ്ഷൻ ഏറ്റെടുക്കട്ടെ. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാമെന്ന് ഒന്നിച്ച് അതിലെല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.